ഞാനപ്പം വീട്ടിൽ ഒരു പണിയില്ലാതിരുന്നായിരുന്നു. ആ സമയത്താണ് നമ്മുടെ സിജു, എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ, LKG തൊട്ട് എൻ്റെ കൂടെ പഠിക്കുന്നത്. അപ്പോൾ അവൻ്റെ കല്യാണമാണ് ഈ വരുന്ന 14-ാം തീയതി, ജൂലൈ 14-ന്. അപ്പോഴത്തേക്ക് അവരുടെ പ്രീ വെഡ്ഡിങ് ഷൂട്ട് ഇന്നലെ എന്നായിട്ടായിരുന്നു നടന്നത്. അന്നേരം ഇന്നലെ എനിക്ക് സമയം കിട്ടിയില്ല. അപ്പോൾ ഇന്ന് ഞാൻ വെറുതെ നിന്നുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാനിവിടെ വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വന്ന ലൊക്കേഷനാണ് ഈ കാണുന്നത്. ഇത് നമ്മുടെ കൊല്ലം ജില്ലയിൽ ചാത്തന്നൂർ അടുത്തുള്ളൊരു സ്ഥലമാണ്. അത് അവിടെ ഒരു അമ്പലമുണ്ട്. ഈ അമ്പലമാണ് കൂടുതൽ ഇഷ്ടംപോലെ ആൾക്കാർ വരാറുണ്ട്. ആ അമ്പലവും അതിൻ്റെ പരിസരവും അതോടൊപ്പം എൻ്റെ ഒരു പാലക്കാട് ലുക്ക് ഇവിടെ വന്നപ്പോഴത്തേക്ക്. അപ്പം നമുക്ക് അവരുടെ വെഡ്ഡിങ് ഷൂട്ടുകളൊക്കെ കാണാം. ഓക്കെ, കറക്റ്റ് റോഡിൻ്റെയും വയലിൻ്റെയും നടുക്കൂടെ ഒരു തോട് പോകുന്നുണ്ട്. നല്ല രസമുണ്ട് അത് കാണാൻ വേണ്ടിയിട്ട്. ഞാൻ ഈ സെയിം ലൊക്കേഷൻ പാലക്കാട് പോയപ്പോഴും കണ്ടായിരുന്നു. നടന്ന് അവരങ്ങ് അപ്പുറത്ത് സൈഡിൽ പോയിട്ട് അതുകൊണ്ടേ അങ്ങനെ അവരങ്ങോട്ട് നടക്കുന്നു, ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യുന്നു. ഇത് സിജു കെട്ടാൻ പോകുന്ന പെങ്കൊച്ചാണ്. എൻ്റെ കൂടെ പഠിച്ചത്. കൃഷ്ണ എന്നാണ് പേര്. കൃഷ്ണയുടെ മാമിയല്ലേ? അപ്പ മോളാണോ? അപ്പയുടെ മോള് എൻ്റെ വിളിച്ചിരിക്കുന്നു. ഓക്കെ അല്ലേ, അവരിത് തോട്ടിൽ നടുക്കിക്കുന്നു. ഇതാണ് ഈ അമ്പലത്തിൻ്റെ ഒരു ബ്യൂട്ടി. അവിടെ പുറകിൽ ഫുള്ള് വയലും ആ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ഒക്കെ ആയിട്ട് കിട്ടും. ആണ്ടേ ഇതാണ് നമ്മുടെ സ്പോട്ട്. അമ്പലത്തിൻ്റെ ഈ സൈഡിൽ നിന്ന് ഫോട്ടോഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മിക്ക ആൾക്കാരും വരുന്നത്. അപ്പോൾ അമ്പലം തുറക്കാൻ 5 മണിയാവത്തില്ലേ, അതുകൊണ്ടാണ് ആ സമയത്ത് വയലിലൊക്കെ പോയി ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇതാണ് ബാക്ക് സൈഡ്. നല്ല രസമാട്ടോ അമ്പലം കാണാനും. എൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ഏകദേശം ഇവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലോട്ട് പോവാണ്. ചെറിയ ഒരു 2-3 മണിക്കൂറത്തെ പരിപാടി ഉള്ളായിരുന്നു. അതിൻ്റെ കൂടുതൽ ബോർന്ന് അടിച്ചില്ല. ാണ് വന്നത് ഞാൻ സിജു. പിന്നെ അവിടുന്ന് ഫാമിലി എന്നതുകൊണ്ട് അവർ വാഗണാറിനകത്താണ് വന്നത്. കവർ എടുക്കുന്നത് കാളിലത്ത്. അപ്പോൾ ഇതാണ് ലൊക്കേഷൻ. എൻ്റെ നിരക്ക് വരണം. നല്ല രസമാണ്. പിന്നെ വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അവിടെ ചെറിയൊരു പേയ്മെൻറ്റ് കണ്ട് അമ്പലത്തിൽ കൊടുക്കണമെന്ന് തോന്നുന്നു. അപ്പം വരിക, അവിടെ നിന്ന് അന്വേഷിച്ചിട്ട് ചാടിക്കറി വീഡിയോ എടുക്കാൻ ചെല്ലാവും. ഓക്കെ, ഈ വഴി നമ്മുടെ അമ്പലത്തിലോട്ട് വരുന്ന വഴിയാണ്. അപ്പോൾ ചാത്തന്നൂരിൽ നിന്ന് അടുത്ത് ചോദിച്ചാൽ മതി. അമ്പലത്തിന് പേരെന്തോടാ? ചെന്നമ്മത്ത്. ചെന്നമ്മത്ത് അമ്പലം. ചെന്നമ്മത്ത് അങ്ങനെ റൈഡേഴ്സ്. നല്ല വഴിയാണ് ഗൈസ്. അടിച്ചു കയറി വാ. ഫോട്ടോഷൂട്ടോ എന്താന്ന് വെച്ചാ അയക്കോ. 200 രൂപ കൊടുക്കണമെന്നേ ഉള്ളൂ. അടിച്ചു കയറി വാ. അപ്പൊ പേയ്മെന്റ് പറഞ്ഞോണ്ട് 200 രൂപ ആയിട്ടുണ്ട് കേട്ടോ അവിടെ. നമ്മളിങ്ങനെ വീട്ടിൽ ഇരുന്നപ്പോഴാട്ടോ വണ്ടി നല്ല രീതിയിൽ കുറച്ച് ദിവസമായിട്ട് ചെടിയായിട്ട്. സാധാരണ ഞാൻ തന്നെ കഴുകുന്നത്. അപ്പം നമ്മുടെ സിജു എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു, നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ കുറച്ച് ദൂരം ഉണ്ടെന്നാലും അവിടെ നല്ല വാഷ് ചെയ്യുന്നൊരു ഷോപ്പുണ്ട്. അവർ നല്ല രീതിയിൽ വണ്ടി ഇന്റീരിയറൊക്കെ ക്ലീൻ ചെയ്തിട്ട് നല്ല രീതിയിൽ വൃത്തിയാക്കി തരുമെന്ന്. അപ്പം നമ്മൾ അങ്ങോട്ടൊന്ന് പോയി നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. അവിടെ ചെന്നിട്ട് നമുക്ക് കാണാം. അങ്ങനെ നമ്മൾ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ഥലത്തെത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ സിജുവിൻ്റെ എന്തായിരുന്നു വണ്ടിയുടെ പേര്? വർച്ചസ് ഇവിടെയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ അവർ നല്ല രീതിയിൽ ഇൻറ്റീരിയറൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് ഇവിടെ എത്തിക്കണം. നമുക്ക് നോക്കാം അങ്ങനെ ഉണ്ടെന്ന് ഔട്ട്പുട്ട്. ഓക്കെ, നോർമലി നമ്മൾ ഷോറൂമിലാണ് ചെയ്യാറുള്ളത്. നമുക്ക് ഫസ്റ്റ് ടൈം ഇവിടെ നിന്ന് ചെയ്ത് നോക്കാം. അങ്ങനെ വെളിയിലത്തെ വാഷെല്ലാം കഴിഞ്ഞ് ഇനി നമുക്ക് ഇന്ത്യയിലൂടെ ഉള്ള വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്.
അപ്പം നല്ല രീതിയിൽ അവർ ചെയ്തു തന്നു കേട്ടോ. മീൻസ് സാധാരണ വാഷ് ചെയ്യുന്ന പ്രൈസിനകത്ത് അവർ ഇന്റീരിയർ നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയാക്കി തന്നു. നല്ല രീതിയിൽ വാക്യൂം എല്ലാം ചെയ്ത് നല്ല രീതിയിൽ വണ്ടി വൃത്തിയാക്കി തന്നു. അവിടെ ഇത് മാത്രമല്ല കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പം നിങ്ങൾക്കും കണക്ക് കൊട്ടാരക്കര, മീയന്നൂർ, കൊല്ലം, കൊട്ടിയം ആ ഒരു ഏരിയയിലുള്ളവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യാൻ പറ്റും. അവർക്ക് എനിക്ക് തോന്നുന്നു ചാത്തന്നൂർ ഒരു ഷോപ്പുണ്ട്. ഓക്കെ.